നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അനുഭവിക്കുന്ന എത്ര വലിയ കഠിന ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ദൈവം തക്കതായ പരിഹാരം എത്തിച്ചു തരും. ശരിയല്ലേ? നമ്മുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് ആശ്വാസവും സംരക്ഷണവും നൽകുന്ന നമ്മുടെ ഉപാസനാമൂർത്തിയായ അമ്മ മുത്തുമാരിയമ്മയുടെ ദിവ്യചരണങ്ങളിൽ വന്ദനമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശേഷാൽ വീഡിയോ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് അമ്മ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജകളും പുഷ്പാഞ്ജലിയും നിവേദ്യങ്ങളും അർപ്പിക്കുന്ന പവിത്രമായ ദിനമാണ്. എന്നെ കേൾക്കുന്ന ഓരോ കുടുംബാംഗങ്ങളുടെയും ദുരിത ദുഃഖങ്ങളും രോഗദുരിതങ്ങളും കടബാധിതകളും മാറി സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകണമേ എന്ന് അമ്മയുടെ നടയിൽ ഞാൻ മനമൊരുകി പ്രാർത്ഥിക്കുകയാണ്. ഈ സർവൈശ്വര്യ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിനായി നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കുറിക്കുക. അമ്മയുടെ തിരുനടയിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും ഇരുട്ട് മാത്രം നിലനിൽക്കില്ല. രാത്രി കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ നമ്മുടെ കഷ്ടപ്പാടുകൾക്കും ഒരു അവസാനമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി സാമ്പത്തിക ഞെരുക്കം കാരണവും കടങ്ങൾ കാരണവും നിരാശപ്പെട്ട് ദുരിതം അനുഭവിച്ചില്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും പണം കയ്യിൽ നിൽക്കാതെ മാനസികമായി തളർന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അടുത്ത് നിന്നവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരുപാട് ചതി അനുഭവിച്ചില്ലേ? എന്നാൽ നിരാശപ്പെടേണ്ട. കൊല്ലവർഷം 1202 വർഷഫലമനുസരിച്ച് വരാനിരിക്കുന്ന 1202 കൊല്ലവർഷം ചിങ്ങം 1, അതായത് ഓഗസ്റ്റ് 17 ആരംഭിക്കുന്നതോടെ പ്രപഞ്ചത്തിൽ അപൂർവ ഗ്രഹാനുകൂല്യങ്ങൾ രൂപപ്പെടുകയാണ്. ഇത് ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അതിസമ്പന്ന യോഗം കൊണ്ടെത്തിക്കും. നിങ്ങളുടെ സകല കഷ്ടകാലവും മാറി ഇനി സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങൾ വന്നെത്തുകയാണ്. ഈ ചിങ്ങമാസം മുതൽ വൻ യോഗങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആ 5 പ്രധാന നക്ഷത്ര ജാതകർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഒക്കെയും ലൈക്ക് ഞാൻ കാണുന്നുണ്ട്. സന്തോഷമുണ്ട്, വളരെയേറെ സന്തോഷമുണ്ട്. 1202 പുതുവർഷത്തിൽ ഏറ്റവും വലിയ രാജയോഗവും ദൈവാനുഗ്രഹവും തേടിയെത്തുന്ന ആദ്യത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പുതിയ തൊഴിലവസരങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, പുതിയ വാഹനം വാങ്ങാൻ കഴിയുക, വിദേശത്തേക്ക് പോകാൻ കഴിയുക, അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് നല്ല ഒരു ജോലി ലഭിക്കുക, അങ്ങനെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. അത്രയധികം ഭാഗ്യസമയമാണ് ഇനി. ധനലാഭമാണ്. ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട്, ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. എല്ലാം ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. ഞാൻ വീഡിയോയുടെ അവസാനം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളും ചെയ്യേണ്ട വഴിപാടുകളുമൊക്കെ കൃത്യമായി പറയാം. അതനുസരിച്ച് ചെയ്യണം. രണ്ടാമതായി, ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ ഭാഗ്യയോഗം അനുഭവിക്കുന്നത് പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകർക്ക് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ കൈവരികയും ചെയ്യും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പൂരത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് വളരെ നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്ര ജാതകർ. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന സമയം. ഭാഗ്യം കടാക്ഷിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഇത് കുറിച്ചു വെച്ചോ നിങ്ങൾ. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം
അനിഴം നക്ഷത്രമാണ്. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കും. വിട്ടുമാറാത്ത ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ രോഗദുരിതങ്ങളിൽ നിന്നും വലിയ ആശ്വാസം ലഭിക്കാനും അനിഴം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അനിഴം നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അനിഴം നക്ഷത്ര ജാതകർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഈ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അനിഴം നക്ഷത്ര ജാതകർ എത്തും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. അടുത്തത് നാലാമതായി ഐശ്വര്യം തേടിയെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം അത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ വലിയ പുരോഗതിയും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാനുമുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശത്ത് നിൽക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്, എല്ലാ രീതിയിലും സർവൈശ്വര്യം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഇനി ഇതേ കണക്കൊരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വരാനില്ല. അത്രയധികം നല്ലൊരു ഭാഗ്യത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത്. അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് കടബാധ്യതകൾ തീർക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു. സാമ്പത്തികമായി വലിയ ഉയർച്ച കൈവരിക്കാൻ ഈ ഒരു പുതിയ വർഷം ഇവർക്ക് സാധ്യമാകും. ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ വർഷഫലം എടുത്തയച്ചു തരുന്നതാണ്. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. രേവതി നക്ഷത്ര ജാതകരുടെ കടബാധ്യതകൾ തീരുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും രേവതി നക്ഷത്ര ജാതകരെത്തും. വിദേശത്തൊക്കെ നിൽക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യം കൊണ്ട് ആറാട്ടാണ്. അത്രയധികം ഒരു നല്ല സമയത്തിലേക്കാണ് രേവതി എത്തിയിരിക്കുന്നത്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ കഴിയുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഒരു പുതിയ വർഷം ഇവർക്ക് വഴിയൊരുക്കുന്നത്. എത്ര വലിയ ഗ്രഹാനുകൂല്യം ഉണ്ടായാലും ഈശ്വര പ്രാർത്ഥനയും ലളിതമായ വഴിപാടുകളും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നത്. ശരിയല്ലേ? അതിനാൽ എല്ലാവരും ചെയ്യേണ്ട ലളിതമായ ചില ആത്മീയ പരിഹാരങ്ങൾ ഞാൻ പറയാം. അത് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അമ്മയ്ക്ക് പായസ നിവേദ്യം ഏറ്റവും പ്രാധാന്യമുള്ളതൊന്നാണ്. അടുത്തുള്ള മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ ദർശനം നടത്തി കടുംപായസ നിവേദ്യവും ലളിത സഹസ്രനാമാർച്ചനയും നടത്തുക. മറക്കരുത്, മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ കടുംപായസം നടത്തി ലളിത സഹസ്രനാമം നടത്തുക. ഞായറാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. രോഗ ദുരിതശാന്തിക്ക് ഇത് ഏറ്റവും ഉത്തമമാണ്. അടുത്തത്, നിങ്ങളാൽ കഴിയുന്ന വിധം പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യുക. ഇത് നിങ്ങളുടെ സകല ഭാഗ്യ തടസ്സങ്ങളും മാറ്റി നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ കൊണ്ടുതരും. അപ്പോൾ ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യണം. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ജാതകമനുസരിച്ച് അനുഭവഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകാം. അതിനാൽ നിങ്ങളുടെ വ്യക്തിഗത ജാതകം പരിശോധിക്കാനും ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആത്മീയ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മ മുത്തുമാരിയമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും കാവലും നിങ്ങൾക്കെല്ലാവർക്കും ഒപ്പമുണ്ടാകട്ടെ. ഉണ്ടാകും. നന്ദി. നമസ്കാരം.